നമസ്കാരം, ഞാൻ നിരഞ്ജൻ. എൻ്റെ പുതിയ ചാനലായ ക്രിട്ടിക് ട്രൂലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ, പൊളിറ്റിക്സ്, അതുപോലെ സമൂഹത്തിലെ എന്ത് മാറ്റർ ആയിക്കോട്ടെ, ഒരു ക്രിട്ടിക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമ്മളിവിടെ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ മാറ്റിവെച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ ഒരു മൂവി കണ്ടു. ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കണം എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന്. വാട്ട് എ ഫാബുലസ് മൂവി മാൻ. ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പോസിറ്റീവ് റിവ്യൂയിൽ ഒരു ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ. ഈ മൂവിയുടെ പേരാണ് സൂപ്പർ ബോയ്സ് ഓഫ് മലേഗാവ്. മലേഗാവ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു ചെറിയൊരു പട്ടണമാണ്. ഇതൊരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ എടുക്കാം. മഞ്ഞുമൽ ബോയ്സ് വളരെ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അക്രോസ് ദി ഇൻഡസ്ട്രിയിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെന്താ സബ്ജക്റ്റ്? കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു കൂട്ടം സാധാരണക്കാരായ ചെറുപ്പക്കാർ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സെലിബ്രേഷനും ആ ഫ്രണ്ട്ഷിപ്പും ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ പറ്റുമ്പോൾ അവർ എങ്ങനെ അതിൽ ഒരുമിച്ച് നിന്നിട്ട് ആ ഇൻസിഡൻറ്റിൽ നിന്ന് പുറത്തു വരികയും അതിൻ്റെ ഒരു ഔട്ട്കമ്മും ആണ് ആ സിനിമ എങ്കിൽ സിമിലർ പാറ്റേൺ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഈ മലേഗാവ് എന്ന് പറഞ്ഞ ഈ മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ പട്ടണത്തിൽ, നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ പട്ടണങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ നടക്കുന്നത് 97 97 ടു ഒരു 2010 വരെ സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പം കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 1997 ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എത്രമാത്രം ഫെസിലിറ്റീസ് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു 6 ചെറുപ്പക്കാരുടെ മെയിനായിട്ടാണ് കഥ പറയുന്നത്. അവരുടെ ഒരു സിനിമാ മോഹവും അവരതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്രയത്നങ്ങളും അതിൽ അവർക്ക് വരുന്ന റിസൾട്ടും പിന്നെ അവരിൽ വരുന്ന കോൺഫ്ലിക്ട്സുകളും പിന്നെ വീണ്ടും ഒരു ഒന്നിച്ചേരലും ആണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഇൻസിഡൻറ്റ് റിയലി അങ്ങനെ നടന്നിട്ടുണ്ടോ? ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ഒരു സാഹചര്യമില്ലായ്മയിൽ നിന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരെ ഒരു സിനിമയെ കുറിച്ചിട്ട് അവരുടെ ഡ്രീംസിനേക്കാളൊക്കെ വലുതാണ് സിനിമ. പക്ഷെ അവർ ഒരു ധൈര്യം കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ചെയ്യാന്നുള്ളത്. ആലോചിക്കണം, 97 യൂട്യൂബ് ഇല്ല. അന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ ഗ്രാമത്തിലെ ആളുകളെ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയും അത് അവിടെ തന്നെ ആ ഗ്രാമത്തിൽ തന്നെ ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ തിയേറ്റർ പോലും ഇല്ല. അന്നൊക്കെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ഇതിലൊരു സെൻട്രൽ ക്യാരക്ടർ ഉണ്ട്, നാസിർ. ആ നാസിറിൻ്റെ ബ്രദറിന് ഒരു വീഡിയോ ലൈബ്രറിയാണ്. അന്ന് വീഡിയോ കാസറ്റുകൾ റെൻ്റ് ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ ഷോപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഒരു റൂമിൽ ഒരു സ്ക്രീനും അത് പ്രൊജക്ടറും വെച്ചിട്ട് ഈ കാസറ്റ് സിനിമകൾ അവിടെ ഓടിച്ചിട്ട് ടിക്കറ്റ് വെച്ച് കൊടുക്കുകയാണ് ഗ്രാമത്തിലുള്ള ആളുകൾ. ഇതാണ് അവരുടെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ഇവർ സിനിമ ചെയ്യുകയും ആ സിനിമ എടുത്ത് അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു ഈ സിനിമ, അതിലാണ് ഇതിൻ്റെ ബ്യൂട്ടി കിടക്കുന്നത്. നമുക്കൊരു വൺ ലൈനിൽ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നും. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്താണല്ലോ. ഞാൻ ഡയറക്ടറിനെ കുറിച്ച് പറയുമ്പോൾ റീമ കാട്ടി, റീമ കാട്ടി എക്സെപ്ഷണലി വെൽ എക്സിക്യൂട്ടഡ്. ഇതിലെ പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിലുള്ള ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് എല്ലാവരുടെയും. ഒരു സിനിമയിൽ നമുക്കറിയാം നല്ലൊരു കാസ്റ്റിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മെയിൻ ക്യാരക്ടറോ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ സിനിമയിൽ വന്നു പോകുന്ന ഒരു ചെറിയൊരു സീനിൽ, പാസിങ് സീനിൽ പോലും വന്നു പോകുന്ന വ്യക്തികൾ ബെസ്റ്റ് റിസൾട്ട്, ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദി ഡയറക്ടർ. മനസ്സിലായോ? ഡയറക്ടർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. നമ്മൾ അമീർ ഖാൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ ബെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ ഡയറക്ടർ സാറ്റിസ്ഫൈഡ് ആവില്ലേ. അതുകൊണ്ട് ബെസ്റ്റ് കിട്ടുന്നത് വരെ ആ ഡയറക്ടർ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും ഐ വാണ്ട് മോർ. അതുകൊണ്ടാണ് ആ ബെസ്റ്റ് കിട്ടുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. അതൊരു പർപ്പസ്ഫുള്ളി മേടിച്ചെടുക്കുന്നതാണ് ഒരു ആക്ടറിൽ നിന്നിട്ട്. അതിൽ റീമ വിജയിച്ചിരിക്കുകയാണ്. എല്ലാ വ്യക്തികളും നമുക്ക് നമ്മുടെ മനസ്സിൽ അവരുടെ മുഖങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ ഇതിലെ പല ക്യാരക്ടേഴ്സിന് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങളും കാണുമ്പോൾ അറിയാം, വലിയ ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങളൊന്നുമല്ല.
ഓക്കെ. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവരൊക്കെ ഇതിലെ ഈ ലീഡ് ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ആ ഒരു ഇമ്പാക്റ്റ് പെർഫോമൻസിൻ്റെ. ഒരു ഗ്രാമത്തിലെ ഒരു ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാർ എങ്ങനെ ഉണ്ടായിരിക്കും, അത് അങ്ങനെ തന്നെ ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവം കളയാതെ തന്നെ, എന്നാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ കമേഴ്ഷ്യൽ ആസ്പെക്ട്സിനെ കളയാതെയും, ഒരു സിനിമ കാണുമ്പോൾ അറിയാലോ നമുക്ക് കുറച്ചൊരു ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ വേണം, ഒരു കമേഴ്ഷ്യലി ഒന്ന് ഹൈലൈറ്റഡ് ആക്കുന്ന സീൻസുകൾ വേണം, ഒരു ചെറു ഡ്രാമ വേണം. അതൊക്കെ വെൽ ബ്ലെൻഡഡ് ആയിട്ട് അതിൻ്റെ എസൻസ് കളയാതെ തന്നെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള എസൻസ് കളയാതെ തന്നെ ചേർത്തിരിക്കുകയാണ് ഇവിടെ റീമ. അത് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ എഡിറ്റിങ്, ഇതൊക്കെ എന്ന് പറയുക, ക്യാമറ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ 2 പേര് ഇൻവിസിബിൾ ആണ് ഈ സിനിമയിൽ. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ അറിയാലോ, നമ്മളൊക്കെ ഇപ്പോൾ ഭയങ്കര ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സിനിമ മോഹി ഒരു സിനിമ കാണുമ്പോൾ, ഇവന് ക്യാമറ ഇത് ഈ ഷോട്ട് എവിടെ വെച്ചിരിക്കുന്നത്, ഈ ഷോട്ടിൻ്റെ ക്യാമറ എങ്ങനെയാണ് പോകുന്നത്, എത്ര എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, എത്ര ഡിവിഷൻസ് ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പോൾ പലപ്പോഴും നമ്മളെ സിനിമേൻ്റെ ഒരു കണക്ഷനായിട്ട്, അതിൻ്റെ റിയൽ പ്ലോട്ടിൻ്റെ ഒരു കണക്ഷനിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒക്കെ നമ്മളിത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ കോൺഷ്യസ്ലി അല്ല അൺകോൺഷ്യസ്ലി നമ്മളിത് ശ്രദ്ധിച്ചു പോകും. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ചില സിനിമയുടെ മാജിക്കുകളുണ്ട്. നമ്മൾ കോൺഷ്യസ്ലി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിരുന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് ഇത് നമ്മുടെ ബ്രെയിൻ അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്ലോട്ടിലേക്ക് എത്തിക്കുകയും, എവിടെയാണോ ഈ പ്ലോട്ട് നടക്കുന്നത് അവിടെ ഒരാളായിട്ട്, ദൂരെ നിന്ന് മാറിക്കാണുന്ന ഒരാളായിട്ട് നമ്മൾ അതിലേക്കൂടെ ജീവിച്ചു കൊണ്ട് പോകും. അങ്ങനെ ഒരു മാജിക് ഈ സിനിമയ്ക്കുണ്ട്. നമ്മൾ ആ ഗ്രാമം, മലേഗാവ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ എവിടെയോ നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് നമ്മളതിനെ, അവിടെ നടക്കുന്ന സംഭവങ്ങളെ കണ്ട് ബോധ്യപ്പെടുന്നതായിരിക്കും ഈ സിനിമയുടെ ഒരു അനുഭവം എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതിന് ഈ സിനിമയുടെ ക്യാമറയും എഡിറ്റിങ്ങും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും മുഴച്ചു നിൽക്കാതെ, അതായത് ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നോ നമ്മളെ തോന്നിപ്പിക്കാത്ത വിധത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ആ ഇൻവിസിബിളായിട്ടുള്ള ആ ക്യാമറയും എഡിറ്റിങ്ങുമാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക്കിലേക്ക് വരികയാണെങ്കിൽ BGM ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. നമുക്ക് ഇത് പല BGMs നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, മാസും ഇമോഷണലും പലതുമായിട്ടുള്ള സംഭവങ്ങൾ. ഇതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തതെന്ന് നമുക്കൊരിക്കലും സിനിമ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഏത് ഇൻസ്ട്രുമെൻ്റ് വേണമെങ്കിലും നമുക്ക് ടെക്നിക്കലി ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഫ്ലൂട്ടും തബലയും വളരെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില ഹമ്മിങ്സുകളൊക്കെ ഇതിൽ വളരെ ബ്യൂട്ടിഫുള്ളി ഡണ്ണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ കോസ്റ്റ്യൂംസ് ആയാലും ആർട്ടാണെങ്കിലും, ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ് ഒരു ചെറിയൊരു പട്ടണത്തിൽ അന്ന് 97 ആൾക്കാരുണ്ടായിരുന്നത്, അത് കറക്റ്റായിട്ട് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാ യൂണിറ്റ്സും കയ്യടി ഒരേപോലെ അറിയിക്കുന്നുണ്ട് ഈ സിനിമയിലും. അതുപോലെ ഈ സിനിമയുടെ പെർഫോമേഴ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിൽ മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന നാസിർ എന്ന് പറയുന്ന പുള്ളി വൈറ്റ് ടൈഗേഴ്സിൽ ലീഡ് റോൾ ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു അഭിനേതാവാണ്, ചെറുപ്പക്കാരനാണ്. പക്ഷേ എങ്കിലും കൂടിയും വളരെ കമേഴ്ഷ്യലി ഒരുപാട് പേർക്ക് അറിയാമോ ആളെ, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഇതിൽ ഒരു ഷഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. നമുക്കറിയാമല്ലേ, നമ്മുടെ എല്ലാ സുഹൃത്ത് വലയത്തിലും, എസ്പെഷ്യലി 80-90 ബോയ്സുകളുടെ ഒരു സുഹൃത്ത് വലയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സിനിമയിലുള്ള ആ ക്യാരക്ടറിൻ്റെ പേര് ഷഫീഖ് എന്നാണ് ഞാൻ വിളിക്കുക. അങ്ങനൊരു ഷഫീഖ് ഉണ്ടാവും. എന്താണ് ആ ഷഫീഖിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എന്ത് ചെയ്താലും, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ കുറച്ച് പേര് ഹൈപ്പർ ആൾക്കാരുണ്ടാവും, കുറച്ച് പേര് ഹ്യൂമർ അടിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് പേര് ചളി അടിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിലൊന്നും പെടാതെ ഒരു സൈലന്റ് ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടർ എല്ലാത്തിനും കൂടെ ഉണ്ടാവും, പക്ഷെ ആരോടും പരിഭവവും ഇല്ല. അങ്ങനത്തെ ഒരു ഷഫീഖ് ഉണ്ടാവും എല്ലാ ഗ്രൂപ്പിലും. ഈ ഷഫീഖിനെ എന്ത് ചെയ്യും, എല്ലാവരുടെ കല്ലേറും ഈ ഷഫീഖിനായിരിക്കും കൊള്ളേണ്ടവെന്ന്. എല്ലാത്തിനും ആൾക്കാർ ഇവനെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും പലപ്പോഴും. പക്ഷെ ഇവനൊരു പരിഭവം ഉണ്ടാവില്ല, ഇവന് കാര്യമായിട്ടുള്ളൊരു റോളും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കോർഡിനേഷനോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവന് കാര്യമായിട്ടുള്ള റോളും ഉണ്ടാവില്ല. ഇവന് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും ഇല്ല. പക്ഷേ ഇവന് ഒരു പരിഭവം ഉണ്ടാവില്ല, ആദ്യ അവസാനം വരെ ഇവനുണ്ടാവും.
അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ഷഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള. ആക്ച്വലി ലീഡ് റോൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആ ഷഫീഖിലേക്കാണ്. ഇത് ട്രൂ ഇൻസിഡൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഷഫീഖ് എന്നുള്ളൊരു പാവപ്പെട്ട ഒരു മില്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു അനാഥനായിട്ടുള്ള, അനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കാണിക്കുമ്പോൾ അവനെ ആരുമില്ല റിലേറ്റീവ്സ്, മുമ്പുണ്ടായിരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അവർ മരിച്ചു പോയതായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി, കാണാൻ വലിയ ഭംഗിയില്ലാത്ത ഒരു മെലിഞ്ഞൊരു വ്യക്തി. ഇപ്പം ഇവർ സിനിമ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് സിനിമാ മോഹമുണ്ട്. ആക്ച്വലി സിനിമാ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ ആർക്കാണ് മോഹമില്ലാത്തതല്ലേ. അപ്പോൾ ഇവർ കൂട്ടുകാർ സിനിമ ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് അവിടുത്തെ ആൾക്കാർ തന്നെയാണ്, ആ ഗ്രാമത്തിലെ ആൾക്കാർ തന്നെയാണ് അവർ അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കും ഒരു റോള് കിട്ടുമെന്ന് ഇവന് ആശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവന് കന്നഡയിൽ പോയിട്ട് കുറച്ച് ആ സിനിമയിലെ ഡയലോഗുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസവും അവന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ സിനിമയിലേക്ക് ആൾക്കാർ എടുക്കുന്നത് ഒരു ഓഡീഷൻ വഴിയാണ്, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ വെച്ചിട്ട്. അപ്പോൾ ആ ഓഡീഷനിൽ ഇവന് പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷെ അവനെ ഒരു റോളും ആ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ സിനിമ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ 6 കൂട്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാം മേജറായിട്ടുള്ള റോളുകളുണ്ട്. ഒരാൾ ഡയറക്റ്റ് ചെയ്യണം, ഒരാൾ റൈറ്ററാണ്, വേറൊരാൾ അസിസ്റ്റൻ്റാണ്, ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെ അവർക്കുണ്ട്. ഇവനെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിൽ നായിക ഈ മിറർ പിടിച്ചു കൊടുക്കുകയും നായികയുടെ കുട്ടിയുണ്ട് അതിനെ കൊണ്ട് നോക്കുകയും, അങ്ങനെ വളരെ റിലേറ്റീവ്ലി ഏറ്റവും ചെറിയ സംഭവം എന്താണ് അതാണ് ഇവന് കിട്ടുന്നത്. പക്ഷെ അവനൊരു പരിഭവമില്ല, അവനത് സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. പിന്നീടുമുള്ള സിനിമകളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൂട്ടുകാരെല്ലാം ഒരു കോൺഫ്ലിക്ട്സ് വരികയും അവരൊക്കെ പിരിഞ്ഞു പോകുമ്പോഴും ഈ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള, അതായത് ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ഡയറക്ടറായിട്ടുള്ള നാസിറിൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്നതുമാണ് ഈ ഷഫീഖ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. അങ്ങനെ ഒരു പടത്തിൽ ഈ ഒരു ക്യാരക്ടർ റോള് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഷഫീഖിനെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അത് ജസ്റ്റ് ഒരു മണവാളൻ്റെ റോളാണ്. അന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയാലോ, മുഖം മറിച്ചിട്ടുള്ള മണവാളനാണ്. പക്ഷെ ആ മുഖം നീക്കിയിട്ട് 1-2 ഡയലോഗും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഷഫീഖ്. അവൻ വളരെ എക്സൈറ്റഡ് ആവുന്നു, ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവന് തോന്നി ഓക്കെ ഫൈനലി ഐ ഗോട്ട് എ റോൾ. അങ്ങനെ ഇത് തിയേറ്ററിൽ, ഇവരുടെ ഈ ചെറിയ തിയേറ്ററിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ ഷഫീഖ് വളരെ പ്രൗഡായിട്ട് അത് വന്നിരുന്ന് കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റിങ്ങിൽ ഇവൻ്റെ ഫേസ് ഇല്ല, ജസ്റ്റ് ആ ഡയലോഗ് മാത്രമാണ് പറയുന്നത്, ബാക്കിൽ നിന്നുള്ളൊരു ഷോട്ടാണ് കാണിക്കുന്നത്. ഷഫീഖ് അന്ന് വളരെ ഡൗൺ ആയി പോകുന്നുണ്ട്, മനസ്സിലായോ. ആദ്യമായിട്ട് ഒരു കിട്ടുന്ന ഒരു ചെറിയൊരു റോള് ചെയ്യാൻ പറ്റിയത് കുറേ നാളത്തെ വെയിറ്റിങ്ങിൻ്റെ ശേഷം അത് ഇങ്ങനെയായിപ്പോയി. ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് പിന്നെ 2010 കഥ നീങ്ങുകയാണ്. 2010 വരുമ്പോഴും ഈ ഷഫീഖിന് ക്യാൻസർ വരികയാണ്. ക്യാൻസർ വന്നിട്ട് ഇപ്പോൾ ഈ ഫ്രണ്ട് നാസിർ അവനെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ കീമോ അഡ്വൈസ് ചെയ്യുകയും കീമോ ചെയ്തിട്ടും ക്യാൻസർ വിട്ടു പോകുന്നില്ല. പിന്നെ ഡോക്ടർ പറയുകയാണ് ഇനി നോ രക്ഷ, വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്നുള്ളത്. അങ്ങനെ വരുന്ന വഴിക്ക് ഈ ഷഫീഖിൻ്റെ ഒരു ഡയലോഗുണ്ട്. ഷഫീഖ് പറയാണ്, എനിക്ക് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തണമെന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാ ചെയ്യുക? എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണ്ടേ? എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യാൻ പറ്റും എന്ന് ഈ നാസറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാസറിനൊരു കുറ്റബോധം വരാണ്. കറക്റ്റാണ്, ഇവനെ അടയാളപ്പെടുത്താനായിട്ട്, അതായത് ഒരു സിനിമയുടെ ക്രിയേഷൻ്റെ ഭാഗമായിട്ട് അതിലൊരു ടൈറ്റിൽ കാർഡ് വരുന്ന രീതിയിലേക്കുള്ള ഒരു റോളും കൊടുത്തില്ല, ഇവന് അഭിനയിക്കാനുള്ള ഒരു റോളും കൊടുത്തില്ല. അപ്പോൾ ഒന്നുമല്ലാതെ പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഷഫീഖ് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നാസിറിനെ വിചാരിക്കുകയാണ് ഒരു ഷഫീഖിനെ അടയാളപ്പെടുത്തുന്ന ഒരു സംഭവം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ടല്ലോ, അദ്ദേഹം പണ്ട് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയിൽ ഈ നാസിർ ഒരു ബ്ലെൻഡിങ് നടത്തുകയും അങ്ങനെ ഒരു സിനിമ അവർക്ക് ചെയ്യാന്നുള്ളത്, അതായത് ഒരു സൂപ്പർമാൻ, ഒരു സാധാരണ, മറ്റേ റൈറ്റർ ഒറിജിനലി പറഞ്ഞത് ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ നാസിർ അത് ആ സാധാരണക്കാരനൊരു സൂപ്പർമാൻ ആയാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയും അങ്ങനെ ആ സൂപ്പർമാൻ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ഷഫീഖിനോടും
ഈ സിനിമയെക്കുറിച്ച് പറയുകയും ഷെഫീഖ് അതിൽ വരികയും ഷെഫീഖ് സിനിമ അവർ സൂപ്പർമാൻ്റെ പോലെ അന്ന് ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ട് അവർ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെഫീഖ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ഇവർ 3-4 സിനിമകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഷെഫീഖിന് കാര്യമായിട്ടുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് അറിയാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല, അതിനുള്ള റോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സിനിമ പല ഒരു പലകയുടെ മേളിൽ കിടന്നിട്ട് പറക്കണ പോലെ കാണിപ്പിക്കുക, കൈ ഇങ്ങനെ പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഷഫീഖ് ഇത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രദർശിപ്പിക്കുന്നതാണ്. എല്ലാവരും വരികയും ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ലാസ്റ്റ് 5 മിനിറ്റ്സ് ഡയലോഗ് ഇല്ല ക്ലൈമാക്സിൽ. ഈ സിനിമ ഇവരിരുന്ന് എല്ലാവരും കൂടി കാണുന്നതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. ഷഫീഖ് ഫ്ലൈറ്റിൽ ഒരിക്കലെങ്കിലും കയറണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ആളാണ്. എയറോപ്ലെയിനൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ ഇതെങ്ങനെ പറക്കണം, ഇതേപോലെ എനിക്ക് പറക്കാൻ പറ്റുമോ, അതിലെനിക്ക് ഇരിക്കണം, ഇരുന്ന് കഴിഞ്ഞാൽ പറക്കണ പോലത്തെ ഫീൽ ഉണ്ടാകും എന്നുള്ളൊരു ധാരണയായിരുന്നു. ആ ഒരു ഷഫീഖ് സൂപ്പർമാനായിട്ട് ഈ പട്ടണത്തിൻ്റെ മുകളിലൂടെ പറന്നു പോണതാണ് ഈ വിഷ്വലിൽ കാണുന്നത്. ആ ചെറു പട്ടണത്തിലെ ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അഭിനേതാക്കൾ തന്നെ ഇവരുടെ പട്ടണത്തിലെ മേലെ സൂപ്പർമാൻ പോലെ പറന്നു പോകുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളൊരു അതിശയം ആ കാണുന്ന ഓരോ ഗ്രാമവാസികളുടെ മുഖത്തും. അതിനൊക്കെ ഉപരിയായിട്ട് ഷഫീഖ് ഇതിൽ അഭിനയിച്ച ഒരുപാട് സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായ ഷഫീഖ് പോലും ഞെട്ടിപ്പോവുകയാണ്. ഇത് ഞാൻ തന്നെയാണോ, ഇതെങ്ങനെ പറ്റുന്നത്? അപ്പോൾ പറക്കാനായിട്ട് ആഗ്രഹിച്ച ഷഫീഖിൻ്റെ ആ മലേഗാവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ മുഴുവനായിട്ടൊരു സൂപ്പർമാനായിട്ട് പറന്ന് നടക്കുകയാണ്. അവിടെ ഷഫീഖിൻ്റെ മുഖത്ത് വരുന്ന ഒരു ഇമോഷണൽ സീനുണ്ട്. നമുക്ക് പറയാമല്ലേ, ചില ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കണമെന്നുള്ളത് ഒരു ഡയലോഗിൻ്റെയും ആവശ്യമില്ല, കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണെന്നുള്ളത്. ആ ഒരു സീനിൽ ഷഫീഖ് നാസറിനെ കൊടുക്കുന്നൊരു ലുക്കുണ്ട്. ആ ലുക്കിൽ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാസർ അങ്ങോട്ടും തിരിച്ചു കൊടുക്കുന്ന ലുക്കിൽ അവിടെയാണ് ഇത് തീരുന്നത്. വാട്ട് ബ്യൂട്ടിഫുള്ളി അത് എൻഡ് ചെയ്തേക്കുന്നത്. ഈ ഷഫീഖ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ജീവിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ നടന്നതാണ് എന്നോർക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു സങ്കടവും ഇമോഷനുമായി പോകും. 2011 30-ാം വയസ്സിൽ ആ പാവം ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സൂപ്പർമാനായിട്ട് അഭിനയിക്കുകയും ഇപ്പോഴും നമുക്ക് യൂട്യൂബ് വീഡിയോസിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷഫീഖ് ഒറിജിനൽ ഷഫീഖിൻ്റെ വീഡിയോസ് കാണും. ഷഫീഖ് അന്ന് കാലഘട്ടത്തിപ്പോൾ മലേഗാവിൻ്റെ മേളിലാണ് സൂപ്പർമാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2025 ഷഫീഖ് റിയൽ ഷഫീഖ് ലോകം മുഴുവൻ സൂപ്പർമാനായിട്ട് പറക്കുകയാണ്. അപ്പോൾ അങ്ങ് ദൂരെ ഇരുന്ന് ഷഫീഖ് അത് കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും, സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു നോട്ടിൽ നമ്മളിവിടെ നിർത്താണ്. മസ്റ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് കണ്ടിട്ടുണ്ടാവാം ഒരുപാട് പേര്, കണ്ടിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയണം. നന്ദി, നമസ്കാരം. വേറൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.